Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓൾറെഡി നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇത് രണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നെക്സ്റ്റ് മന്ത് നമ്മൾ നെറ്റ് കോച്ചിങ്ങും ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് എയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇവിടെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ബേസിക് ചോദ്യങ്ങളാണ് വരാറ്. എസ്പെഷ്യലി ഇപ്പോൾ ചാപ്റ്റർ നമ്പർ 4, ചാപ്റ്റർ നമ്പർ 3, ചാപ്റ്റർ നമ്പർ 5 ഇതിലൊക്കെ ആ ടൈറ്റിലില്ലേ. ഇപ്പം മെർജർ ആണെങ്കിൽ മെർജർ എന്താണ്, മെർജറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും, ടേക്ക് ഓവർ ആണെങ്കിലും അങ്ങനെ, ലീസിങ് ആണെങ്കിലും അങ്ങനെ, ആദ്യത്തെ ചാപ്റ്ററിലാണെങ്കിൽ EVA അങ്ങനെ ബേസിക് ടേമുകളില്ലേ, ഡിവിഡൻറ്റിൻ്റെ ആണെങ്കിലും അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ളൊരു പാർട്ട് എ ആണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മെർജർ എന്താണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, മെർജർ എന്താണ്? നിർബന്ധമായും പഠിച്ചിരിക്കണം, റിപ്പീറ്റായിട്ട് വരാറുള്ളതാണ്. അതിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം വരാറുള്ളതാണ്. ഇപ്പോൾ എസ്പെഷ്യലി അതിൽ ഹൊറിസോണ്ടൽ മെർജർ ഉണ്ട്, അതുപോലെ തന്നെ ആൻഡ് വേർട്ടിക്കൽ ഉണ്ട്. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടായിരിക്കും ചോദിക്കുക. അതുപോലെ തന്നെ കോൺസെൻട്രിക് ആൻഡ് കോൺഗ്ലമറേറ്റ് അതുണ്ട്. കോൺസെൻട്രിക് ആൻഡ് കോൺഗ്ലമറേറ്റ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ മെർജറിൻ്റെ പ്രൊസീജിയേഴ്സ് അതും ജസ്റ്റ് തിയറിക്ക് നോക്കിയിരിക്കണം. മെർജർ പ്രൊസീജിയേഴ്സ് ഓഫ് ഫേം, മെർജർ പ്രൊസീജിയേഴ്സ് ഓഫ് എ ഫേം. അപ്പോൾ അങ്ങനെ മെർജറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധം. പിന്നെ അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയി, വാട്ട് ഈസ് റിവേഴ്സ് മെർജർ? വാട്ട് ഈസ് റിവേഴ്സ് മെർജർ? ഓക്കെ, പിന്നെ ടേമുകൾ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നതുണ്ട്. ഇപ്പോൾ EPS എന്താണ്, IRR എന്താണ്, അങ്ങനെയുള്ള ടേമുകൾ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. നിർബന്ധമായി നോക്കണം. ദെൻ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ EVA അപ്രോച്ച് ചോദിക്കാറുള്ളതാണ്, നോക്കിയിരിക്കണം. അതുപോലെ തന്നെ MVA ഇതിലേതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. EVAയോ MVAയോ മാറി വരാറുള്ളതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ ലാസ്റ്റ് ചാപ്റ്ററിൽ തിയറിയാണ് MBO. അതുപോലെ തന്നെ ലിവറേജ് ബൈഔട്ട് ഉണ്ട്. MBO അതല്ലെങ്കിൽ LBO, ലിവറേജ് ബൈഔട്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള എന്താണ് ഷോർട്ട് നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് LBO, ലിവറേജ് ബൈഔട്ട് SCക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് അതിൽ ചാപ്റ്ററിനുള്ളതാണ് ഫിനാൻഷ്യൽ ഡിസ്ട്രസ് എന്താണ്, തിയറി 2 വെയിറ്റേജ്. പിന്നെ സ്പിൻ ഓഫും സെൽ ഓഫും എന്താണ്, സ്പിൻ ഓഫ് ആൻഡ് സെൽ ഓഫ് തിയറി. ദെൻ നെക്സ്റ്റ് നമുക്ക് ലിവറേജിൻ്റെ ചാപ്റ്ററിലുള്ളതാണ് ഇൻഡിഫറൻസ് പോയിന്റ് എന്താണ്, ഇൻഡിഫറൻസ് പോയിന്റ് എന്താണ്, സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഡിവെസ്റ്റർ എന്താണ്, ഡിവെസ്റ്റർ
ദെൻ സ്വാപ്പ് റേഷ്യോ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സ്വാപ്പ് റേഷ്യോ ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്വാപ്പ് റേഷ്യോ. പിന്നെ ഡിവിഡൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്. ഡിവിഡൻറ്റ് പോളിസി നോക്കിയിരിക്കണം. അതിൽ റെലവൻസ് ഉണ്ട്, ഇറലവൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം. റെലവൻസ് കൺസെപ്റ്റോ എന്താണെന്നോ അതല്ലെങ്കിൽ ഇറലവൻസ് കൺസെപ്റ്റ്, ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ വരാറ്. റെലവൻസോ ഇറലവൻസോ റിപ്പീറ്റ് ആണ്. ഓക്കെ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. റെലവൻസ് ഓർ ഇറലവൻസ് ഡിവിഡൻറ്റിൻ്റെ. പിന്നെ നെക്സ്റ്റ് ലിവറേജ് റിലീസ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് ലിവറേജ് ഇഫക്റ്റ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് റിസ്ക്, ലിവറേജിനെ റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ പലതരത്തിലുള്ള ലിവറേജ് ഉണ്ട്. അങ്ങനെ ലിവറേജിൻ്റെ ഒരു തിയറി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലിവറേജ് അതിൽ ടൈപ്സ് നോക്കിയിരിക്കണം. പിന്നെ ലിവറേജ്ഡ് ലീസ് എന്താണ് എന്ന് വെച്ചാൽ കടം മേടിച്ചിട്ട് ലീസ് ചെയ്യുന്ന പരിപാടി. പിന്നെ ലിവറേജ് ഇഫക്റ്റ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് റിസ്ക് എന്താണ്. അപ്പോൾ ലിവറേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു തിയറി നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ദെൻ ലാസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ് ടേക്ക് ഓവർ എന്താണ്, ടേക്ക് ഓവർ ഡിഫൻസ് അതിനെ പറ്റിയിട്ട്. ദെൻ ഫ്രണ്ട്ലി ആൻഡ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ അതിനെ പറ്റിയിട്ട്. ഫ്രണ്ട്ലി ആൻഡ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ. ഓക്കെ, സോ ഇതാണ് മറ്റൊരു തിയറി ചോദ്യം 2 വെയിറ്റേജിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ചാപ്റ്റർ നമ്പർ 2-ലുള്ളതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു തിയറി, അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഡിറ്റർമൈനിങ് നമുക്ക് 2 വെയിറ്റേജിൻ്റെ എക്സ്പെക്ട് ചെയ്യാം. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് എന്നും കൂടി നോക്കാം. ദെൻ ലീസിങ്ങിൽ നെക്സ്റ്റ് ലീസ് എന്താണ്, ടൈപ്സ് ഓഫ് ലീസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഓപ്പറേറ്റിംഗ് ടൈപ്സ്, അത് നോക്കാം. ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. പിന്നെ ഡിറക്റ്റ് ലീസ് എന്താണ് തിയറി. ദെൻ അതിൽ തന്നെയുള്ളതാണ് ഫിനാൻഷ്യൽ ഇവാലുവേഷൻ. ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, ഒരു പാരഗ്രാഫ്. എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക ഓഫ് ലീസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ, ലീസിന് എടുക്കുന്നതാണോ മേടിക്കുന്നതാണോ നല്ലതെന്നുള്ളതിൻ്റെ ഒരു ഇവാലുവേഷൻ നമ്മൾ പറയില്ലേ. പ്രസൻറ്റ് വാല്യൂ ഓഫ് നെറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ, ലീസും അതുപോലെ തന്നെ ഈ പറയണ ബൈ, രണ്ടിലും വരുമ്പോൾ ഏതാണ് ബെറ്റർ എന്നുള്ളതല്ലേ നോക്കുക. ആ ഒരു ഇവാലുവേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയണത്. അത് മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് എന്താണ് തിയറി. സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് എന്താണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇവിടെ പറഞ്ഞ്. അപ്പോൾ എല്ലാ ചാപ്റ്ററിലെയും ബേസിക് ചോദ്യങ്ങളാണ് പാർട്ട് എയിൽ വരുന്നത്. ഇപ്പോൾ മെർജർ, അതിൻ്റെ ടൈപ്സ്, അതിലേതെങ്കിലും ഒരെണ്ണം, മെർജറിൻ്റെ പ്രൊസീജിയർ, റിവേഴ്സ് മെർജർ, EPS എന്താണ്, IRR, പിന്നെ PE റേഷ്യോ എന്താണെന്നുള്ളത് നോക്കാം. PE റേഷ്യോ, EVA, MVA എന്താണ്, MBO, LBO ലാസ്റ്റ് ചാപ്റ്റർ, ഫിനാൻഷ്യൽ ഡിസ്ട്രസ്, സ്പിൻ ഓഫ് എന്താണ്, സെൽ ഓഫ് എന്താണ്, ഇൻഡിഫറൻസ് പോയിന്റ്, ഡിവെസ്റ്റർ എന്താണ്, സ്വാപ്പ് റേഷ്യോ, ഡിവിഡൻഡ് പോളിസി, അതിൽ റെലവൻസ് അപ്രോച്ചും ഇറലവൻസ് അപ്രോച്ചും. MM-ൻ്റെ ഒക്കെ ഇറലവൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലിവറേജ്, ടൈപ്സ് ഓഫ് ലിവറേജ് റിലീസ്,
ലിവറേജ് ഇഫക്റ്റ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് റിസ്ക്, ടേക്ക് ഓവർ എന്താണ്, ടേക്ക് ഓവർ ഡിഫൻസ്, ഫ്രണ്ട്ലി ആൻഡ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ എന്താണ്, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ലീസിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീസ്, ഡിറക്റ്റ് ലീസ്, അതുപോലെ ഫിനാൻഷ്യൽ ഇവാലുവേഷൻ ഓഫ് ലീസിങ്, സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ്. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ. ആദ്യത്തെ ഒരു 9 എണ്ണം ഇതാണ്, പിന്നെ വരുന്നത് ഇതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് എയിൽ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.